ഏത് കാര്യത്തിന്റെയും ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണമെങ്കിൽ അത് നമ്മുടെ ലൈഫിൽ നിന്ന് പോകുമ്പോഴേ മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അത് മനുഷ്യന്മാരായിക്കോട്ടെ, ഏതെങ്കിലും ഒരു സാധനം ആയിക്കോട്ടെ, അല്ലേ? കഴിഞ്ഞ 2 മണിക്കൂറായിട്ട് ഞാൻ ഈ വീഡിയോയിൽ വോയിസ് ഓവർ കൊടുക്കാൻ നിൽക്കുകയായിരുന്നു. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഞാനിങ്ങനെ ശ്രദ്ധിക്കുമായിരുന്നു, ലാസ്റ്റ് 2 ഡേയ്സ് ആയിട്ട് എന്തോ ഒരു എവിടെയോ ട്രാക്ക് വിട്ട മാതിരി ഉണ്ടല്ലോ എന്ന്. അതെന്താണെന്നറിയോ? ഇപ്പൊ കഴിഞ്ഞ ഒരു 1-2 മന്ത്സ് ആയിട്ട് ഞാൻ ഡെയിലി ചെയ്തുകൊണ്ടിരുന്നതാണ്. രാവിലെ എണീറ്റിട്ട് ഒരു 30 to 1 hour എനിക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് എനിക്കെന്തോ അത് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അതാണ് ഞാൻ റിയലൈസ് ചെയ്തത്. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഫോക്കസ് ചെയ്തിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തത്. ഞാൻ വിചാരിക്കുന്ന മാതിരി കാര്യങ്ങൾ ട്രാക്കിലേക്കൊന്നും പോവാത്തത്. ആക്ച്വലി മീ ടൈമിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് എല്ലാവരും പറഞ്ഞു കേട്ട് കാണുമല്ലോ. പക്ഷേ ഞാനിപ്പോൾ ഇത്ര ചെയ്തുകൊണ്ടിരുന്നപ്പം എനിക്കിത് നല്ല പ്രശ്നമില്ലാത്ത ട്രാക്കിലേക്ക് പോകുമായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അതുകൊണ്ടാണ് ഈ ഒരു 2 ഡേയ്സ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റാത്തത്. അപ്പം നിങ്ങളും അങ്ങനെ എന്തെങ്കിലും നമുക്ക് വിചാരിക്കുന്ന മാതിരി സംഭവം നടക്കണം, ഒരു റുട്ടീൻ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം അറ്റ്ലീസ്റ്റ് സമയമില്ലാത്ത ആൾക്കാരാണെങ്കിലും 30 മിനിറ്റ്സ് ഒരു മീ ടൈം മാറ്റി വയ്ക്കുക. ഇതൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. രാവിലെ എനിക്ക് പുറത്ത് പോകാനുണ്ടായിരുന്നു, കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചോ ഒന്നും ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റിന് ചെറിയൊരു ക്ലിപ്പ് കണ്ടു കാണും. ഞാൻ ഇന്ന് പാൻ കേക്ക് ആയിരുന്നു ആക്കിയത്. പിന്നെ ലഞ്ച് പുറത്തുനിന്നായതുകൊണ്ട് അതിൻ്റെ പരിപാടികളൊന്നും ഇതിനകത്തില്ല. അപ്പോൾ രാത്രി വന്നിട്ടാണ് ഞാൻ ഡിന്നർ ഉണ്ടാക്കുന്നത്. ആം, ഞാൻ ഇന്ന് ഡിന്നറിന് വെറുത്തരച്ച ചിക്കൻ കറിയും പത്തിരിയും ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ പരിപാടിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വറുത്തരച്ച ചിക്കൻ കറി ഏകദേശം എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അല്ലേ? ഞാൻ എന്നിട്ട് ഈ തേങ്ങ അരയ്ക്കാൻ നോക്കിയപ്പോഴാണ് മനസ്സിലായത്, എന്താ കറണ്ട് ഇല്ലാന്ന്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് മാറ്റി. പിന്നെ ഇവിടെ ഇൻവെർട്ടർ ഉള്ളതുകൊണ്ട് ആ ഒരു ബോർഡിലേക്ക് ഞാൻ ജസ്റ്റ് കൊടുത്തു എന്ന് മാത്രം. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ചിന്തിക്കുകയായിരുന്നു, ഇപ്പം പോവും ബിക്കോസ് ഞാൻ ആ റിംഗ് ലൈറ്റ് അവിടെ കിച്ചണിൽ അത്ര നമ്മുടെ പ്രോപ്പർ ട്യൂബ് ലൈറ്റ് ഇട്ടാൽ അത്ര ലൈറ്റ് കിട്ടില്ല. അപ്പോൾ ഞാൻ റിംഗ് ലൈറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. എന്തോ ഒരു ഭാഗ്യത്തിന് ബാറ്ററി തീർന്നു പോയില്ല. അപ്പൊ ഡിന്നറിലേക്ക് കിടക്കാം. ഞാൻ ഉണ്ടാക്കുന്നത് വറുത്തരച്ച ചിക്കൻ കറിയാണ്. അപ്പം ഞാൻ അതിനകത്ത് തേങ്ങ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സിയിൽ ഇതാക്കി എടുത്തിട്ടുണ്ട്. ബിക്കോസ് ഞാൻ തേങ്ങ തിരിക്കുന്ന സാധനം ഇവിടെ ഇല്ല. ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയിലാക്കിയെന്ന് മാത്രം. എന്നിട്ട് തേങ്ങ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വറുത്തരച്ചെടുക്കുക. അതിനകത്ത് ബേസിക് ആയിട്ടുള്ള ഹോൾ സ്പൈസസ്, പിന്നെ മസാലാസ് അല്ലേ, അതെല്ലാം ഇട്ടിട്ട് താഴെ ഞാൻ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. അപ്പം അത് ആവുന്ന സമയം കൊണ്ട് ഞാൻ ലെഫ്റ്റ് സൈഡിൽ ഞാനൊരു ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്, മൺചട്ടിയിൽ. മൺചട്ടിയിൽ ഇങ്ങനെ നാടൻ കറികൾ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടേസ്റ്റി ആയിട്ട് തോന്നാറുണ്ട് കേട്ടോ. അപ്പൊ തേങ്ങയുടെ പേസ്റ്റ് ആവുന്ന അതേസമയം ഞാൻ വിചാരിച്ചു സവോള തക്കാളി എല്ലാം വഴറ്റിട്ട് ചിക്കൻ ഇട്ടിട്ട് ചിക്കൻ ഒന്ന് വേവിക്കാമെന്ന്. അപ്പോൾ ആ ടൈമിൽ ലാസ്റ്റ് ആണല്ലോ നമ്മൾ ഇതിനകത്ത് തേങ്ങ ഇട്ട് കൊടുക്കുക. അപ്പോൾ ചിക്കൻ വേവിക്കാൻ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഞാൻ മുളക് പൊടി മാത്രമാണ് ഇട്ടത്. പിന്നെ ഉപ്പ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഉണ്ടല്ലോ അതിട്ട്, കറിവേപ്പില ഇട്ട് ജസ്റ്റ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു താളിക്കുന്നത് വെച്ചിട്ട്, പിന്നെ ഉപ്പിട്ടിട്ട് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് ചിക്കൻ വേവിക്കുക. ഞാനിപ്പോൾ ബോൺലെസ് ആണ് എടുത്തിരിക്കുന്നത്. എൻ്റെ കയ്യിൽ ബോൺലെസ് ഉണ്ടായിരുന്നല്ലോ. ശരിക്കും ഈ ഒരു കറിക്ക് ബോണുള്ള ചിക്കൻ ആയിരിക്കും കുറച്ചുകൂടി ടേസ്റ്റി. പിന്നെ ചെറിയ പീസ് ആയതുകൊണ്ട് എനിക്കങ്ങ് പെട്ടെന്ന് ആവുകയും ചെയ്യും. അപ്പം നമ്മൾ വറുത്തരയ്ക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് തേങ്ങ ഇതാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് തണുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നല്ല പേസ്റ്റ് പരുവത്തിൽ നമ്മൾ ആക്കണം കേട്ടോ. ആ ശരിക്കും തേങ്ങ അങ്ങനെ വറുത്തരച്ച കറി ഉണ്ടാക്കുമ്പോൾ ആ പേസ്റ്റ് ഉണ്ടാക്കുമല്ലോ, ആ ടൈമിൽ നമ്മൾ വെള്ളം ഒഴിക്കരുത്. പക്ഷേ എനിക്കിപ്പം കുറേ നേരം ഇങ്ങനെ നമ്മൾ മിക്സിയിൽ അരയ്ക്കണം, ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് സൈഡിൽ നിന്ന് എടുത്തിട്ട് അങ്ങനെ. പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ മറ്റേ ഇൻവെർട്ടർ ബാറ്ററിയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചത്. ശരിക്കും വെള്ളം ഒഴിക്കാതെ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ പേസ്റ്റ് ആക്കി ഇങ്ങനെ മിക്സിയിൽ അരച്ചരച്ച് പോയാൽ അതൊരു ഓയിലി കൺസിസ്റ്റൻസിയിൽ അതിങ്ങനെ വരും കേട്ടോ. അപ്പോൾ നല്ല ഡാർക്ക് കളറായിരിക്കും നമ്മുടെ കറിക്ക്. പക്ഷേ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ബാറ്ററിയിൽ ചെയ്യുന്നതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് പെട്ടെന്ന് ആക്കിയെന്ന് മാത്രം. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ആക്ച്വലി ഞാൻ ഈ അടുത്താണ് ഇത് അറിഞ്ഞത്. ശരിക്കും നമ്മൾ വറുത്തരച്ച കറി ഉണ്ടാക്കുമ്പോൾ തേങ്ങ അരയ്ക്കുമ്പോൾ അധികം വെള്ളം ഒഴിക്കരുത്. ബിക്കോസ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതൊരു മഞ്ഞ കളറിൽ വരും കറികൾ. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ നല്ല ഡാർക്ക് കളർ വേണമെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കാതെ നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചു കൊടുത്താൽ അത് നല്ല ഡാർക്ക് ഒരു ഓയിലി കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. വറുത്തരച്ച കറിക്ക് ബെസ്റ്റ് കോമ്പിനേഷൻ എന്താണെന്ന് ചോദിച്ചാൽ അരിപ്പത്തിരിയാണ്. ഞാൻ നൈസ് പത്തിരിയാണ് ആക്കാൻ പോകുന്നത്. ഏകദേശം എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ പത്തിരി ഉണ്ടാക്കാനായിട്ട് നമ്മൾ എത്രയാണ് റൈസ് പൗഡർ എടുക്കുന്നത് അതിൻ്റെ അതേ അളവിൽ വെള്ളം എടുക്കുക. വെള്ളം തിളച്ച് വരുമ്പോൾ ഉപ്പും പിന്നെ കുറച്ച് ഓയിൽ ഇട്ടിട്ട് നമ്മൾ ഇതിന് മുകളിൽ റൈസ് ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ ഇടുക. ഇല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ലോ ഫ്ലെയിമിൽ വെക്കുക, അല്ലെങ്കിൽ ഓഫ് ചെയ്താലും മതി. അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ആദ്യം നമുക്ക് തൊടാൻ പോലും പറ്റത്തില്ല, അത്ര ചൂടായിരിക്കും കേട്ടോ. ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാം. പക്ഷെ ചൂടോടെ തന്നെ നമ്മളിത് കുഴച്ചെടുക്കണം. ഇല്ലെങ്കിൽ ഡ്രൈ ആയി കഴിഞ്ഞാൽ ആ ഒരു പത്തിരിക്ക് ഒരു സോഫ്റ്റ്നെസ് കിട്ടത്തില്ല. ചൂടോടെ സൈഡിൽ ഒരു പച്ചവെള്ളം വെച്ചിട്ടേ കൈ ജസ്റ്റ് ഒന്ന് അതിന് മുക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ
പിന്നെ ബോളാക്കിയിട്ട് നമ്മൾ ചപ്പാത്തി എങ്ങനെയാണോ ചുടുന്നത് അതേപോലെ തന്നെയാണ് ചുട്ടെടുക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ലാസ്റ്റ് നെയ്യ് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കും. അപ്പം നമ്മുടെ ഡിന്നർ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് അങ്ങനെ റുട്ടീനിൽ ഇങ്ങനെ വിട്ടു പോകുന്നുണ്ടെങ്കിൽ, ഒരു സമാധാനം ഒന്നും കിട്ടുന്നില്ലെങ്കിൽ, പ്രത്യേകിച്ച് പിള്ളേരുള്ള അമ്മമാർ, പുതിയ അമ്മമാരാണെങ്കിൽ, മില്ലേനിയൽ മോംസ് എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ, അങ്ങനെയാണെങ്കിൽ ഡു ട്രൈ ദിസ് ഔട്ട്. ഓക്കെ, രാവിലെ എണീറ്റിട്ട് അറ്റ്ലീസ്റ്റ് 30 minutes to 1 hour നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുക. ജേർണലിംഗ് ആയിക്കോട്ടെ, എക്സസൈസസ്, റീഡിങ്, എന്തും ആയിക്കോട്ടെ, നിങ്ങൾക്ക് സമാധാനം കിട്ടുന്ന എന്താണോ അത് കുറച്ച് കുറച്ചായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നോക്കുക. അപ്പം ആദ്യം 30 minutes വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്ക്. നമുക്ക് അത്ര വലിയ ബേർഡൻ ആയിട്ട് തോന്നത്തില്ല, പക്ഷെ അതിൻ്റെ ഉള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്താൽ അത് മനസ്സിലാവുള്ളൂ. ഹോപ്പ് യു ലൈക്ക് ദിസ് വ്ലോഗ് ആൻഡ് ഐ ഹോപ്പ് ഇറ്റ്സ് യൂസ്ഫുൾ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വ്ലോഗ്. ബൈ.